തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഫലത്തെക്കാളേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു സാധനമാണ് എം മണി എന്ന CPM നേതാവിന്റെ പ്രസ്താവന. ആ പ്രസ്താവന വന്നതിന് ശേഷം നിരവധി വിമർശനങ്ങൾ ഉണ്ടായി. കാരണം CPM അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്താണ് പറയുന്നത്, നാട്ടുവർത്തമാനമൊന്നും തനത് ശൈലി. ഈ എം മണി തന്നെ നേരത്തെയും പല കാര്യങ്ങളും പറയുമ്പോഴും ഇവർ ന്യായീകരിക്കുന്നത് അത് നാട്ടുഭാഷയാണ്, തനത് ശൈലി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. പക്ഷെ ഇന്നിപ്പോ എം മണി അതിന് പശ്ചാത്താപിച്ചിട്ടുണ്ട്. തെറ്റുപറ്റി അത്തരം പരാമർശങ്ങൾ വേണ്ടിയിരുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു. ഏത് സാഹചര്യത്തിൽ തുന്നം പാടിയപ്പോ എന്ത് ഭ്രാന്ത് പിടിച്ചത് അവസ്ഥയിലായി എന്ത് പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു. എന്നിട്ട് അതിന്റെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളം കണ്ടതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നും പറഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയാം ചേച്ചി, അതിനൊരു കാരണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോ സ്ട്രോങ് ആയി കോൺഗ്രസിൽ നിന്ന് നിലപാട് പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ തീവ്രത അളക്കാൻ പോയില്ല, KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ KPCCയോ തീവ്രത അളക്കാൻ പോയില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കി. അതുപോലെ തന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളാവട്ടെ, നമ്മൾ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞത് പറയാൻ എന്തിരിക്കുന്നു, ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനല്ലായിരുന്നോ? അപ്പൊ ആദ്യം പറഞ്ഞത്. പിന്നെ ഉമാ തോമസിന്റെ വിജയം പറഞ്ഞു സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നോ, പിന്നെന്ത് പറയാൻ. അപ്പൊ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലല്ലോ. അത് സംസാരിച്ചപ്പോ പറഞ്ഞു ഒരു ജയമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ ആ സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും, മറിച്ച് ജയിച്ചാൽ അത് പാർട്ടിയുടെ വിജയം. ഇങ്ങനെ പറയാൻ ആർജവമുള്ള ഏതൊരു നേതാവുണ്ട് ഈ CPM-ല്? മുഖ്യമന്ത്രി പറയുന്നു നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന്. കാരണം ഇവരൊക്കെ ചുട്ട മറുപടി കൊടുക്കുന്നതിൽ VD സതീശൻ ഒട്ടും പിന്നിലല്ല. എല്ലാം കൃത്യമായി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഇവർ VD സതീശനെ പേടിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഈ എം മണിയിൽ നിന്ന് വന്ന ഈ ഒരു വാക്ക്. ഇന്നലെ പറഞ്ഞതിന്റെ അടുത്ത ഡയലോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ നിലവാരം അളക്കാൻ ഇവരാരാണ്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പേഴ്സണൽ സ്റ്റാഫിൽ പോലും ആരോപണ വിധേയരായവർ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്, ഭരണം ചലിപ്പിച്ചുകൊണ്ട്. പിന്നെ മുകേഷ് MLA, ഗണേശൻ MLA തുടങ്ങി എല്ലാവരും അവർ നിലനിർത്തുന്നുണ്ട്. അപ്പോ VD സതീശൻ എടുത്തതുപോലൊരു നിലപാടെടുക്കാൻ മാത്രം നട്ടലുള്ള ഒരു നേതാവും ഈ CPM-നകത്തില്ല. എന്നിട്ടും പറയുന്നു കേരളം കണ്ടതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു നേതാവാണ് VD സതീശൻ. ഒരു പക്ഷേ ഇരയ്ക്കൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തീവ്രത അളന്നിരുന്നെങ്കിൽ നിലവാരമുള്ള പ്രതിപക്ഷ നേതാവ് ആവുമായിരുന്നു ഇവരുടെ കാഴ്ചപ്പാട്. അതെ, അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ എന്തായാലും കോൺഗ്രസിൽ നിന്ന് പുറത്തായി. ഇനി രാഹുലിന് രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നേരെ പോയി CPM-ൽ അംഗത്വം എടുക്കുക, AKG സെന്ററിൽ പോയി തീവ്രത അളന്ന് നടപടികൾ സ്വീകരിച്ച് വീണ്ടും മത്സരിക്കാം, MLA ആകാം, ഇതുപോലെ തുടർന്നു പോകാം. അതുകൊണ്ട് രാഹുലിനെ അവർക്ക് സ്വീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹമുണ്ടാവും. കാരണം കോൺഗ്രസിലായിരുന്നപ്പോൾ ഇവർ രാഹുലിനെയും ഭയപ്പെട്ടിരുന്നു. കാരണം ഇവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിനും എല്ലാം പിണറായി വിജയ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരു എന്ത് പേര് വിളിച്ചല്ലേ ചോദിച്ചത്, അതിലൊരു തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിനെല്ലാം വിമർശിക്കും. അവരുടെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, കാരണഭൂതൻ, അങ്ങനെയൊക്കെ വിളിക്കണമായിരിക്കും. അതെ, പിന്നെ എന്ത് വാക്കായാലും അവർ പറയുമ്പോൾ അത് നേരത്തെ വാക്ക് തനത് ശൈലി, ഇപ്പുറത്തുള്ളവർ പറയുമ്പോൾ അതെല്ലാം വളരെ. ചേച്ചി, അത് നമ്മൾ സഭയ്ക്കകത്ത് തന്നെ കണ്ടതാണല്ലോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് തനത് ശൈലിയാണ്. എന്തിനേറെ പറയുന്നു, മുണ്ടും മടക്കി കുത്തി മേശപ്പുറത്ത് കയറി സ്പീക്കറുടെ ഡയസ് വലിച്ചു പൊളിച്ചെറിഞ്ഞ ആൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇരുന്ന് വെറും ഒരു സൈബർ പോരാളിയെ പോലെ എഴുതി കൂട്ടുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് അറിയാം, അദ്ദേഹം ട്രോൾ എഴുതി കളിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ്? മര്യാദയെ കുറിച്ചും മാന്യതയെ കുറിച്ചും അങ്ങ് എഴുതി മറിക്കുന്നു. അല്ല, സഭയിൽ തന്നെ പറഞ്ഞല്ലോ എങ്ങനെ പ്രതിഷേധിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് ഈ CPM-ന്റെ ഈ ജൽപ്പനങ്ങളെ ഒന്നും ഈ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ വകവയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇത് മാത്രമല്ല, ഇപ്പോ എന്താണ് ആശാന് അടുപ്പിലും അങ്ങനെ എന്തൊക്കെയോ പഴഞ്ചൊല്ലുകളുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? വോട്ടിട്ട് കഴിഞ്ഞു വന്നിട്ട് സ്ത്രീലമ്പടന്മാരുടെ കോൺഗ്രസ്. അദ്ദേഹത്തിന് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? സ്ത്രീലമ്പടൻ എന്ന് തോന്നിയ ഒരാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി, അയാൾ നിലവിൽ കോൺഗ്രസ്സുകാരനല്ല, ഈ അവസ്ഥയിലാണ് പറയുന്നത് സ്ത്രീലമ്പടന്മാരുടെ കോൺഗ്രസ് എന്ന്.
എത്ര വിവരമുണ്ട് എന്ന് ചോദിക്കേണ്ടേ അതിന്. ഇതിനെയും ഏറ്റു നടക്കാൻ കുറെ ക്യാപ്സ്യൂൾ വഹിക്കുന്ന കുറെ സൈബർ സഖാക്കന്മാരുണ്ട്. എന്നിട്ട് ഇന്ന് പിന്നെ ബിനീഷ് കോടിയേരി പറയുകയാണ് അവരുടെ പൊതിച്ചോറ് മുടങ്ങില്ല. അപ്പൊ ഈ പറയുന്ന പൊതിച്ചോറ് മുടങ്ങില്ല, രക്തദാനം ചെയ്യും, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന ഒരു പ്രമാണത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തിട്ട് വിളിച്ചു പോയിക്കൊണ്ട് നടക്കണം. ഇവര് വിചാരിക്കുന്ന ഇതെല്ലാം ഇവരുടെ AKG സെന്ററിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നതാണ്. പല വീടുകളിലെ അടുക്കളയിൽ വേവുന്ന ചോറ് പൊതിഞ്ഞ് ഇവര് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു. കളക്ഷൻ ഏജൻസ് ആണ് ഇവര്, DYFIക്കാര്. എന്നിട്ട് പറയുന്നു നാളെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് നാളെ ഞങ്ങള് ചോറ് തരും, ഞങ്ങള് ബ്ലഡ് തരും. DYFIക്കാർ മാത്രമാണോ ഇവിടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്? ഇവിടെ വിവിധ സംഘടനകൾ ഇവിടെ അന്നദാനം, ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, രക്തദാനം. ആരെല്ലാം ഇവിടെ രക്തദാനം? ഞാൻ വരെ കൊടുക്കാറുണ്ട് കൃത്യമായ ഇടവേളകളിൽ. രാഷ്ട്രീയം വേണ്ട ആവശ്യമില്ല. അവർ എണ്ണി പറയാണ് ഞങ്ങൾ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് തരണം. ചേച്ചി ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പല ആവർത്തി പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളാകട്ടെ കേരളത്തിലെ പലരും പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുന്നേ ക്ഷേമ പെൻഷൻ കൂട്ടിയത് വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഇന്നലെ മണി പറഞ്ഞതും അതല്ലേ, മണി പറഞ്ഞത് എന്താ തെറ്റ്? അവര് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് പൈസ കൂട്ടിയത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഒരു രീതി, ഇരട്ടത്താപ്പ്, മതം, ജാതി, വർഗീയത ഇതെല്ലാം പറഞ്ഞ് ഒരു പ്രീണന നയത്തിലൂടെ ന്യൂനപക്ഷത്തെ പ്രീണനം നടത്തി അവരുടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അയ്യപ്പ സംഗമം നടത്തി ഹിന്ദു വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നു. വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത, വാ തുറന്ന വർഗീയത പറയുന്ന NSS ഈ നായർ സമുദായത്തെ കൂട്ടുനിർത്താൻ വേണ്ടിയിട്ട് NSSന്റെ നേതാവിനെയും കൊണ്ടുപോയി അയ്യപ്പ സംഗമം നടത്തുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നേതാക്കന്മാർ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ LDFന്റെ കൂടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവരാണ് ആ സമുദായ അംഗങ്ങൾ എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ കൂടുതൽ മറിച്ച് ഒന്നും ഒരു അത്ഭുതവും ഇനി സംഭവിക്കാനില്ല. കാരണം സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ അയ്യപ്പനെ ഒഴികെ ബാക്കി എല്ലാം അടിച്ചുകൊണ്ട് പോയ നിങ്ങളുടെ സ്വർണ്ണക്കൊള്ള, ആശാ വർക്കർമാരുടെ സമരത്തിൽ സർക്കാർ എടുത്ത നിലപാട്, അതും തൊഴിലാളി പാർട്ടിയായ CPM ഭരിക്കുമ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തോട് കാണിച്ച ആ ധാർഷ്ട്യവും അവരെന്തോ ഒരു കൃമി കീടങ്ങളെ പോലെയാണ് ഇവർ കണ്ടത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. CPIയെ ചതിച്ചുകൊണ്ട് കേരളത്തെയും CPIയെയും ചതിച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതെ, അത് സ്വന്തം കക്ഷിയാണ് ചതിച്ചത്. ഭരണകക്ഷിയിലുള്ള ഒരു പാർട്ടിയെ ചതിച്ചുകൊണ്ട് അവരോട് വെറും വാക്കുകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഈ നടത്തുന്നത്. November 1 വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച അവർ അതിദാരിദ്ര്യ വിമുക്ത കേരളം, അതിദാരിദ്ര്യ വിമുക്ത കേരളം നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങളാണ് പറയേണ്ടത് ഇവിടെ ദാരിദ്ര്യ വിമുക്തമാണെന്ന്. ഇവിടെ അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകളിൽ പോയൊന്ന് നോക്കണം, അവിടെ അതിദരിദ്രരുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കുസാറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറയുന്നത് വീട്ടിലേക്കൊന്ന് വിളിക്കണമെങ്കിൽ ബുധനാഴ്ച ആ വീട്ടിലുള്ളവർ എവിടെ ഒരു സ്ഥലത്ത് വരുമ്പോൾ അന്ന് മാത്രമേ അവരെ വിളിക്കാൻ കഴിയൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനിൽ എന്ത് സംഭവിക്കുന്നു, നാസയിലൂടെ യൂട്യൂബിലൂടെ ഇവിടെ ആൾക്കാർ ഇതെല്ലാം കാണുകയാണ്. ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിലാണ്. ഈ സമയത്താണ് അവിടെ അട്ടപ്പാടിയിൽ അവരുടെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴും ടാർപ്പാളിൻ വിരിച്ച് ചോർന്നൊലിക്കുന്നിടത്ത് കിടക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ അതിദരിദ്ര വിമുക്ത കേരളം. ഇത് വിമർശിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇവിടെ പട്ടിണിയാണെന്ന് പറയാനാണോ ഇവിടെ ഉള്ളവർക്ക് താല്പര്യമെന്ന്? കള്ളം പറയുന്നതിനാണ് ഈ നാട്ടുകാർ എതിർത്തത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തായാലും ഈ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ നിന്നും എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ LDFന് കൈ കഴുകി പോവാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ക്യാപ്സ്യൂളിനും ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല.